നമസ്കാരം. ഹൈദരാബാദിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ യുവതി നഗ്നയായി ക്ഷേത്രത്തിലെ ദേവി വിഗ്രഹവുമായി കുളത്തിൽ ചാടി മരിച്ച സംഭവത്തിന് പിന്നിൽ മാനസിക പ്രശ്നങ്ങളെന്ന് സംശയം. ഹൈദരാബാദിൽ സ്ഥിരതാമസമാക്കിയ 25-കാരിയായ തേജസ്വിനിയാണ് കഴിഞ്ഞ ദിവസം രാത്രി ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തത്. മുൻപ് ബംഗളൂരുവിലെ പ്രമുഖ IT കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന യുവതിയുടെ അസ്വാഭാവിക മരണത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കടുത്ത മാനസിക വിഷമവും ഭയവുമാണ് യുവതിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ തെളിയുന്നത്. വിജയനഗരം ജില്ലാ സ്വദേശിയായ തേജസ്വിനി ഏകദേശം 6 മാസം മുമ്പാണ് ബംഗളൂരുവിലെ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്തിരുന്നത്. തുടർന്ന് ഈ ജോലി ഉപേക്ഷിച്ചു. ഇതിനുശേഷം 2 മാസം മുമ്പ് ഇവർ അമ്മയോടൊപ്പം പീർസാദിഗുഡയിലെ ഒരു വാടക വീട്ടിലേക്ക് താമസം മാറുകയായിരുന്നു. മാതാപിതാക്കൾ നിയമപരമായി വിവാഹമോചിതരായതിനെ തുടർന്ന് കുറച്ച് നാളുകളായി തേജസ്വിനി സ്വന്തം അമ്മയോടൊപ്പമാണ് താമസിച്ചു പോന്നിരുന്നത്. വെള്ളിയാഴ്ച രാത്രി അത്താഴത്തിന് ശേഷം അമ്മയും മകളും ഉറങ്ങാൻ കിടന്നു. പുലർച്ചെ ഏകദേശം 2:30 ഉണർന്ന തേജസ്വിനി അമ്മയും മുറിയിൽ പൂട്ടിയിട്ടിട്ടാണ് പുറത്തിറങ്ങിയത്. അമ്മ പുറകെ വരാതിരിക്കാൻ ചെയ്തതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രദേശത്ത് നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ പിന്നീട് തേജസ്വിനി തെരുവിലേക്ക് ഇറങ്ങി നടക്കുന്നതായി കാണാം. 2:35 യുവതി കയ്യിൽ ഒരു സാരിയുമായി വസ്ത്രങ്ങളൊന്നുമില്ലാതെ നടന്നു പോകുന്നത് ദൃശ്യങ്ങളിലുണ്ട്. തുടർന്ന് 2:45 ഇവർ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിന് മുന്നിൽ പ്രാർത്ഥിക്കാനായി അല്പസമയം നിൽക്കുകയും അവിടുത്തെ വിഗ്രഹത്തിൽ തൊടുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട്. തുടർന്ന് പുലർച്ചെ 3 മണിയോടെ ഇവർ അടുത്തുള്ള ക്ഷേത്രക്കുളത്തിലേക്ക് ഓടിച്ചെന്ന് ചാടുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ ഉണർന്ന അമ്മ താൻ അകത്തു നിന്നും പൂട്ടിയിട്ട നിലയിലാണെന്ന് കണ്ടതിനെ തുടർന്ന് ബഹളം വെച്ചു. തുടർന്ന് അയൽവാസികളെത്തിയാണ് വാതിൽ തുറന്നത്. പിന്നീട് നടത്തിയ തെരച്ചിലാണ് തേജസ്വിനിയുടെ മൃതദേഹം കുളത്തിൽ നിന്ന് കണ്ടെടുക്കുന്നത്. മേടിപ്പള്ളി പോലീസും DRF സംഘവും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയത്. യുവതി കടുത്ത വിഷാദ രോഗത്തിലൂടെയും മാനസികാരോഗ്യ പ്രശ്നത്തിലൂടെയും കടന്നുപോയിരുന്നതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. തൻ്റെ മകൾക്ക് പതിവായി വല്ലാത്ത പേടി സ്വപ്നങ്ങൾ അനുഭവപ്പെടാറുണ്ടായിരുന്നുവെന്നും പരിഭ്രാന്തിയും ഇടയ്ക്കിടെ ഉണ്ടാകാറുണ്ടായിരുന്നുവെന്ന് അമ്മ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. പോലീസിന്റെ നിഗമനപ്രകാരം CCTV ദൃശ്യങ്ങളിൽ അവർ വീട്ടിൽ നിന്ന് നേരെ കുളത്തിലേക്ക് പോകുന്നത് വ്യക്തമായി കാണാം. ദൃശ്യങ്ങളിൽ മറ്റ് ബലപ്രയോഗങ്ങളുടെയോ മൂന്നാമതൊരു വ്യക്തിയുടെ ഇടപെടലിന്റെയോ ലക്ഷണങ്ങളൊന്നുമില്ല. പെട്ടെന്നുണ്ടായ മാനസിക ദൗർബല്യങ്ങളാകാം ദാരുണമായി ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് നിലവിലെ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എങ്കിലും മറ്റ് സാധ്യതകളെല്ലാം പൂർണ്ണമായി പരിശോധിക്കുന്നതിനായി അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവത്തിന്റെ കൃത്യമായ സമയക്രമം പൂർത്തിയാക്കുന്നതിനായി സമീപത്തെ മറ്റു വഴികളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു വരികയാണ്. അതേസമയം അന്വേഷണത്തിനിടയിൽ യുവതി താമസിച്ചിരുന്ന ഈ വാടക ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട് ദുരൂഹമായ ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിന് പ്രതിദിനം 3500 രൂപയോളമാണ് വാടക ഇനത്തിൽ നൽകിയിരുന്നതെന്നും പോലീസ് കണ്ടെത്തി. ഇതനുസരിച്ച് ഒരു മാസത്തെ ഫ്ളാറ്റിന്റെ വാടക മാത്രം ഏതാണ്ട് 1 ലക്ഷം രൂപയോളം വരുമായിരുന്നു. ഒരു സാധാരണ കുടുംബത്തിന് താങ്ങാൻ കഴിയാത്തത്ര വലിയ തുക എന്തിനാണ് ഇവർ വാടക ഇനത്തിൽ മാത്രം ചിലവഴിച്ചതെന്ന കാര്യത്തിൽ പോലീസിന് വലിയ ദുരൂഹതയുണ്ട്. മാത്രമല്ല, ഈ കെട്ടിടത്തിനെക്കുറിച്ച് നടത്തിയ തുടരന്വേഷണത്തിൽ ഇതിന്റെ മുകളിലത്തെ 2 നിലകൾ അനധികൃതമായി ഒരു ലോഡ്ജ് പോലെയാണ് പ്രവർത്തിച്ചിരുന്നതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സമാന്തര ലോഡ്ജ് കേന്ദ്രീകരിച്ച് എന്തെങ്കിലും തരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളോ സാമ്പത്തിക തട്ടിപ്പുകളോ നടന്നിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥരെയും ഇവിടെ വന്നുപോയ ആളുകളെയും കേന്ദ്രീകരിച്ചും അന്വേഷണം വ്യാപിപ്പിക്കുന്നതിലൂടെ മരണത്തിലേക്ക് നയിച്ച ബാഹ്യ പ്രേരണകൾ വല്ലതും ഉണ്ടോ എന്ന് കണ്ടെത്താനാകുമെന്നും പോലീസ് പ്രതീക്ഷിക്കുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തുന്ന പോലീസ് ഈ ദുരൂഹതകളുടെ എല്ലാം ചുരുളഴിക്കാൻ യുവതിയുടെ സുഹൃത്തുക്കളെയും മുൻ സഹപ്രവർത്തകരെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുമെന്നാണ് വിവരം.